ചർമ്മത്തിനും തലമുടിക്കുമൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് റോസ് ഓയിൽ. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? അതും നമ്മുടെ വീട്ടിൽ തന്നെ. തലമുടിയിലെ താരനകറ്റി മുടിയെ സംരക്ഷിക്കാനും ചർമ്മത്തെ ഹൈഡ്രേറ്റ് ആക്കി നിർത്താനും ഒക്കെ ഈ റോസ് ഓയിൽ സഹായിക്കുന്നുണ്ട്. ഇതിനായിട്ട് നമുക്ക് റോസാപ്പൂക്കൾ, ഒലിവ് ഓയിൽ, ബദാം ഓയിൽ, വെള്ളം എന്നിവയാണ് ആവശ്യമുള്ളത്. ആദ്യം തന്നെ റോസാപ്പൂവിന്റെ ഇതളുകൾ മാത്രം അടർത്തിയെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന പൂവാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 തവണയെങ്കിലും കഴുകിയെടുക്കണം. അതിൽ പല കീടനാശിനികളും തളിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് മാറുന്നത് വരെ കഴുകിയെടുക്കുക. ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ റോസാപ്പൂവില് ആന്റി ഓക്സിഡൻസും ആന്റി മൈക്രോബിയൽ ഏജൻസും ഉണ്ട്. ഇത് തലയോട്ടിയെ ക്ലെൻസ് ചെയ്ത് പോഷിപ്പിക്കുന്നു. മുടി കട്ടിയായി വളരാൻ ഇത് സഹായിക്കും. ഇനി ചർമ്മത്തിന്റെ കാര്യത്തിലാണെങ്കിൽ റോസാപ്പൂവിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള എണ്ണ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും സോഫ്റ്റ് ആക്കുകയും സ്മൂത്ത് ആക്കുകയും ചെയ്യുന്നുണ്ട്. റോസാപ്പൂവിതളുകൾ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ബദാം എണ്ണ ചേർത്ത് കൊടുക്കാം. ബദാം എണ്ണ മുടിയെ ബലമുള്ളതാക്കും. ചർമ്മത്തിനാണെങ്കിൽ സൂര്യതാപമേറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിളക്കാം. ചർമ്മത്തിനും മുടിക്കും നഖത്തിനും ഒക്കെ ഒലിവ് ഓയിൽ നല്ലതാണ്. ഇതിൽ ആന്റി ഏജിങ് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇനി നമുക്കൊരു പാനിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകളുള്ള ഈ ബൗള് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഡബിൾ ബോയിൽ ചെയ്യുക. അതിനുശേഷം ഇതെടുത്ത് ചൂടാറാൻ വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരിച്ച് ഒരു ചില്ല് ജാറിലേക്ക് സൂക്ഷിക്കാം. എപ്പോഴും ചില്ല് ജാറിൽ ഇത്തരത്തിലുള്ള എണ്ണകൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കൂടുതൽ കാലം നിൽക്കാനായിട്ട് ഇത് സഹായിക്കും. 1 മാസം വരെ ഇത് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ റോസ് ഓയിൽ തയ്യാറാണ്. ഈ എണ്ണ സർക്കുലർ മോഷനിൽ ചർമ്മത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയിലാണെങ്കിൽ നന്നായിട്ട് കയ്യിൽ എണ്ണയാക്കിയതിനു ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്തതിനു ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. മുടിക്കും നമ്മുടെ ചർമ്മത്തിനും നല്ല ഗുണങ്ങൾ തരുന്ന ഒരു എണ്ണയാണ് ഇത്. നിങ്ങളും വീട്ടിൽ ഇത് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്കും നല്ല ഒരു റിസൾട്ട് കിട്ടും. ചർമ്മം ഒന്ന് ഹൈഡ്രേറ്റ് ആയിരിക്കാനൊക്കെ ഈ ഒരു എണ്ണ സഹായിക്കും. അതുപോലെ മുടിയുടെ കാര്യത്തിലാണെങ്കിലും മുടിയെ നല്ല ബലമുള്ളതാക്കാനും അതുപോലെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.